ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനോട് പരാജയപ്പെട്ടതിന് പിന്നാലെ ഡേവിഡ് കാറ്റ്ലയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ എല്ലാ മാധ്യമങ്ങളും നൽകിയിരുന്നു. അതായത് ബ്ലാസ്റ്റേഴ്സ് ഡേവിഡ് കാറ്റ്ലയെ പുറത്താക്കി കഴിഞ്ഞു, അദ്ദേഹം ഇപ്പോൾ ഇന്ത്യ വിട്ട് കഴിഞ്ഞു, പകരം ആഷ്ലി വെസ്റ്റ്വുഡ് വരികയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഇക്കാര്യത്തിൽ ഒഫീഷ്യലായിക്കൊണ്ടുള്ള യാതൊരുവിധ പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്ഡേറ്റുകൾ അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ മാർക്കസ് മെർഗുലാവയോട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചോദിക്കുകയും ചെയ്തിരുന്നു. അതിനുള്ള ഒരു ഉത്തരം ഇപ്പോൾ മാർക്കസ് മെർഗുലാവോ നൽകിയിട്ടുണ്ട്. അതായത് പേപ്പറുകളിൽ സൈൻ ചെയ്യാതെ ഒന്നും തന്നെ ഒഫീഷ്യൽ ആകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് പേപ്പർ വർക്കുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്, സൈനിങ്ങുകൾ ഇനിയും നടക്കേണ്ടതുണ്ട്, എന്നാൽ മാത്രമാണ് ഒഫീഷ്യൽ ആവുക എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. നാളെ അനൗൺസ്മെന്റ് ഉണ്ടാകും എന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്ന കാര്യം കൂടി മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പേപ്പറുകളിൽ ഇനിയും സൈനിങ്ങുകൾ നടക്കേണ്ടതുണ്ട്. നാളെ ഒരു ഒഫീഷ്യലായി കൊണ്ടുള്ള അനൗൺസ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഡേവിഡ് കാറ്റ്ലയെ പുറത്താക്കി എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ആയിരിക്കും ആദ്യം വരിക. അതിനുശേഷം ആഷ്ലി വെസ്റ്റ്വുഡിനെ നിയമിച്ച അനൗൺസ്മെന്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.